ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വനിതയിൽ. ചെവി, തൊണ്ട, മൂക്ക് ഇവയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കാറുണ്ട്. ENT സംബന്ധമായ പ്രശ്നങ്ങൾ തുടക്കത്തിലേ പരിഹരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ വനിതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ENT സംബന്ധമായ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ENT സർജനായ ഡോക്ടർ രാജേഷ് രാജു ജോർജാണ്. ഹലോ ഡോക്ടർ. ഹലോ, വെൽക്കം ടു വനിത. ഡോക്ടർ ENT സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, അതായത് ചെവി, തൊണ്ട, മൂക്ക് ഇവയുടെ ഒരു സ്പെഷ്യലിസ്റ്റ്. ഇവയെ സംബന്ധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പേഷ്യൻസ് വരുന്ന ലക്ഷണങ്ങളായിരിക്കും എനിക്ക് പറയാൻ പറ്റുക. അതെ, ചെവിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുക കേൾവിക്കുറവും ചെവിയിലെ പഴുപ്പുമായിരിക്കും. അതേസമയം മൂക്കിലെ പ്രയാസങ്ങൾ കൂടുതലും അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒരുപക്ഷെ മൂക്കിൽ നിന്ന് നിർത്താത്ത തുമ്മൽ, മൂക്കിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, അതേപോലെ സൈനസൈറ്റിസിന് ചില വ്യത്യസ്ത ലക്ഷണങ്ങൾ. തൊണ്ടയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് വരുന്നത് ശബ്ദത്തിലുള്ള വ്യതിചലനങ്ങളാവാം, ഇറക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം തോന്നുന്നതാവാം. ഇതെല്ലാമാണ് കോമണസ്റ്റ് ആയിട്ട് വരുന്ന കാരണം. ഇപ്പോൾ ചെവിയുടെ കാര്യത്തിൽ കേൾവിക്കുറവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്താണ് ശരിക്കും കേൾവിക്കുറവിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ? കേൾവിക്കുറവ് എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ജനിക്കുന്ന കുട്ടികൾക്ക് തന്നെ കേൾവിക്കുറവായിട്ടായിരിക്കും ജനനം തന്നെ. അങ്ങനെ പറയുകയാണെങ്കിൽ കേൾവി ശക്തി എങ്ങനെ നമ്മൾക്കുണ്ട് എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഒരുപക്ഷെ അത് പറയുമ്പോൾ കുറച്ചും കൂടി കാരണങ്ങൾ വ്യക്തമാവും. ചെവിയുടെ ഭാഗങ്ങൾ 3 നമ്മൾ കാണുന്ന ഈ ചെവിയുടെ ദ്വാരം മുതൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്ന ഭാഗം, പിന്നെ ഇയർ ഡ്രം നമ്മൾ പറയുന്ന, അതിൽ ചെന്ന് ശബ്ദം തട്ടുമ്പോഴാണ്, അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദം ഉള്ളിലേക്ക് പോവുക. അതിൻ്റെ ഉള്ളിലുള്ള മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണം എന്ന് പറയും. അതിൽ നമ്മൾക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന 3 ചെറിയ എല്ലുകളുണ്ട്. അതിനപ്പുറത്തേക്ക് കോക്ലിയ എന്ന് പറയുന്നൊരു ഓർഗൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ബേസിക് നമ്മുടെ കേൾവിയെ സഹായിക്കുന്ന കോശങ്ങളുള്ളത്. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഞരമ്പ് വഴി തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കേൾവി കിട്ടുക. അപ്പോൾ കാരണങ്ങൾ ഒരുപക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിലാവാം, ഒരുപക്ഷെ ചെവിയിൽ നിറയുന്ന നമ്മൾ സാധാരണ കാണുന്ന ചെവിക്കാട്ടം അല്ലെങ്കിൽ ചെവിയിൽ വാക്സ് എന്ന് പറയുന്ന സാധനം, ഇയർ ഡ്രമ്മിനുണ്ടാവുന്ന ചെറിയ സൂക്ഷണങ്ങൾ ഉണ്ടാവാം ചില രോഗങ്ങളുടെ ഭാഗമായിട്ട്. അതുപോലെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാവാം, കോക്ലിയയിലുള്ള ഞരമ്പിൻ്റെ കോശങ്ങൾക്ക് തകരാറുണ്ടാവാം, ഞരമ്പിന് തകരാറുണ്ടാവാം. ഇത് ഏതാണെങ്കിലും നമുക്ക് കേൾവിക്കുറവായിട്ടാണ് കുട്ടികൾ പ്രസന്റ് ചെയ്യുക. കേൾവിക്കുറവിനെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ഇന്ന് വീഴുന്നൊരു കുട്ടിക്ക് ആദ്യത്തെ ദിവസം തന്നെ അതിന് കേൾവി പൂർണ്ണമാണോ അല്ലയോ എന്ന് നമ്മൾക്ക് നിശ്ചയിക്കാനാവും. ഇതിന് പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കണക്കുകൾ പ്രകാരം 4000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ ഒരു കുഞ്ഞിനെങ്കിലും വ്യത്യസ്ത ഡിഗ്രിയിലുള്ള കേൾവിക്കുറവ് ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ. അത് ചില കുട്ടികൾക്ക് അത് വളരെയധികം കേൾവിക്കുറവും ഉണ്ടാകാം, എന്നാൽ അതിന് ഇടയ്ക്കുള്ള മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാവാം, മൈൽഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാവാം. ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ കേൾവിക്കുറവാണെങ്കിൽ അച്ഛനമ്മമാർ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ആ കേൾവിക്കുറവ് ഡിറ്റക്ട് ചെയ്തു എന്ന് വരാം. പക്ഷേ ഈ മോഡറേറ്റ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന പലപ്പോഴും എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. കാരണം കുട്ടി ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് വരാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക ഒരുപക്ഷെ കുട്ടി സംസാരിക്കുന്ന പ്രായമാകുമ്പോഴാണ്. അതിന് ഓട്ടോ എക്വസ്റ്റിക് എമിഷൻസ് എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. അതിൽ നമ്മൾക്ക് ഏകദേശം കുട്ടിക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കുള്ള കേൾവി ശക്തി പരിശോധന എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലരും അവഗണിക്കുന്ന ഒന്നാണ്. അതിനൊരു പക്ഷേ കാരണം അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ അതിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമോ ഇല്ലാഞ്ഞിട്ടാവാം. അതിനുവേണ്ടി ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരു വാൻ നമ്മളൊരു കംപ്ലീറ്റ്ലി സൗണ്ട് പ്രൂഫായിട്ട് മാറ്റി അതിലെല്ലാ ഉപകരണങ്ങളോടും കൂടി, ജനിക്കുന്ന കുട്ടികൾക്ക് വരെ നോക്കാവുന്ന ഉപകരണങ്ങളോട് കൂടി, കേൾവിശക്തി അസസ് ചെയ്യാവുന്ന ഉപകരണങ്ങളോട് കൂടി ഒരു വാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ദ ഐഡിയ ഈസ് ടു ഗോ ടു ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി അവരുടെ കേൾവി നോക്കാം. ഡെഫിനറ്റ് ആയിട്ടും പിന്നീട് അങ്ങോട്ടേക്ക് കുട്ടി വലുതാവുന്നതിനനുസരിച്ച് ബിഹേവിയറൽ ഓഡിയോമെട്രി, കുറച്ചും കൂടി നമ്മൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ പ്യൂർ ടോൺ ഓഡിയോമെട്രി. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പിനാണോ ക്ഷതം, കോക്ലിയയ്ക്കാണോ ക്ഷതം, അല്ലെങ്കിൽ അതിന് മുമ്പിലേക്കാണോ ക്ഷതം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേൾവിക്കുറവിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? കോക്ലിയും ഞരമ്പിനും ക്ഷതം വരികയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പലപ്പോഴും മരുന്നുകൾക്കോ
അടുത്ത കാലം വരെ പല സർജറികൾക്കോ ഒന്നും സാധ്യതയില്ലായിരുന്നു. എന്നാൽ അതിനിപ്പുറമുള്ള എന്ത് കാരണങ്ങളാവട്ടെ, അതായത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിലോ ഇയർ ഡ്രമ്മിലോ കേൾവിയുടെ എല്ലുകൾക്ക് ക്ഷതമാണെങ്കിലോ ഒക്കെ നമ്മൾക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചാൽ ഭേദമാവാത്ത ഒരു അവസരത്തിൽ സർജറി കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ കോക്ലിയയിലെ കോശങ്ങൾക്ക് തകരാറുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ ബധിരതയ്ക്ക് നമ്മൾക്ക് ഒരുപക്ഷെ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന അതിനൂതനമായിട്ടുള്ള ഒരു സർജറി ഇന്ന് സാധ്യമാണ്. ഇപ്പോൾ ചെവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചെവിയിൽ പഴുപ്പ് വരുന്ന കാര്യം പറഞ്ഞു. എന്താണ് ചെവിയിൽ പഴുപ്പ് വരാനുള്ള പ്രധാന കാരണങ്ങൾ? നമ്മളുടെ ചെവിയുടെ മധ്യകരണവും നമ്മുടെ മൂക്കിൻ്റെ ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിലോ നമ്മുടെ മധ്യകരണത്തിൽ ആദ്യം വെള്ളം പോലെ കെട്ടുകയും അടവ് തോന്നുകയും ചെയ്യാം. അവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ പഴുപ്പ് വരികയും ആ പഴുപ്പ് പതുക്കെ അത് ത്രോബ് ചെയ്ത് ഇയർ ഡ്രമ്മിൽ ചെറിയ സുഷിരമുണ്ടാക്കി പുറത്തേക്ക് ആ പഴുപ്പ് പോവുകയും ചെയ്യും. ഒരിക്കൽ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരുപക്ഷെ ആ പാടയിലെ ദ്വാരം ഉണങ്ങണമെന്നില്ല. അങ്ങനെ ഉണങ്ങാതെ നിൽക്കുന്ന ചെവിയിലെ പാടയുണ്ടെങ്കിൽ അതിൽ പുറമേ നിന്ന് എന്തെങ്കിലും വെള്ളം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂക്കിൽ അടുത്ത ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലോ അപ്പോൾ ചെവിയിൽ കൂടി പഴുപ്പ് വരും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾക്ക് ചെവിയിൽ പഴുപ്പ് വരുന്നതിന് കാരണം. ഇപ്പോൾ കുഞ്ഞുങ്ങളിലാണെങ്കിൽ ചെവിയിൽ പഴുപ്പ് വരാറുണ്ടല്ലോ, അത് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായി മാറാറുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ചികിത്സ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് വന്നു എന്ന് കരുതുക. അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അത് നോർമൽ സ്ഥിതിയിലേക്ക് വരുന്നത് വരെ നമ്മൾ ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചില്ല എങ്കിൽ ദീർഘകാലം ഈ ഫ്ലൂയിഡ് അവിടെ നിന്നാൽ ഭാവിയിൽ അത് കേൾവിക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലരും സ്വയം ചികിത്സ ചെയ്യുന്നവരാണ്. ചെവിയിലൊരു പ്രാണി പോകുമ്പോൾ ഉപ്പുവെള്ളം ഒഴിക്കുക, ഈ ഒരു രീതി ശരിയാണോ? ഡെഫിനറ്റ് ആയിട്ടും അല്ല. പക്ഷേ അതിൽ കുറച്ച് സയൻറ്റിഫിക് ഒരു ഭാഗമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും പ്രാണിയാണ് പോകുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ രോഗിയുടെ വിഷമം എന്തുകൊണ്ടാണ്? ആ പ്രാണി അവിടെ നിന്ന് ചെറുകിട്ട് അടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ അനക്കാതാക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ ഈ എണ്ണ ഒഴിക്കുന്നതോ ഏതെങ്കിലും ഒരു വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്മൾ ഒഴിക്കുന്നതോ യഥാർത്ഥത്തിൽ അതിനെ സഫക്കേറ്റ് ചെയ്യുകയും അതിനെ അനങ്ങാതാക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. പിന്നീട് അതിൻ്റെ വിഷമങ്ങൾ മാറുമ്പോൾ അത് എടുക്കാൻ എളുപ്പമാകും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം. എന്നാൽ ഇതിനു മുമ്പ് ചെവിയിൽ എന്തെങ്കിലും രോഗമുള്ളയാൾ, ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ ഇയർ ഡ്രമ്മിൽ ഒരു ഹോൾ ഉണ്ടായ ആളാകട്ടെ, അവരിൽ ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്. കാരണം അല്ലെങ്കിൽ അത് എന്ത് ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിലും ഇയർ ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് കൂടി മധ്യകരണത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ മുന്ന് രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത് സഹായമാകിയേക്കാം. കൂടാതെ നമ്മൾ ചെവി ക്ലീൻ ചെയ്യുന്നത് ബഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അതൊരു ശരിയായ രീതിയാണോ? ചെവിയുടെ ക്ലീനിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു സെൽഫ് ക്ലെൻസിങ് ഏരിയയാണ്. നമ്മളായിട്ട് അതിനെ സഹായിക്കണം എന്നില്ല യഥാർത്ഥത്തിൽ. നമ്മുടെ ചെവിയുടെ സ്കിന്നിലുള്ള സെക്രീഷൻസ് ആണ് നമ്മൾ പലപ്പോഴും ഈ ചെവിക്കാട്ടം എന്നൊക്കെ പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെവിയുടെ സ്കിന്നിൻ്റെ സെക്രീഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് പുറന്തള്ളി കളയാനുള്ള കഴിവ് നമുക്കുണ്ട്. ഇൻഫാക്ട് ബഡ്സ് ഉപയോഗിക്കുന്നത് അതിന് നേരെ എഗൻസ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു ബഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്രാവകത്തിനെ അകത്തേക്ക് കയറ്റാനാണത് കൂടുതൽ സഹായിക്കുക. അതുകൊണ്ട് ബഡ്സ് ഇടുന്നത് ഒരിക്കലും നമ്മൾക്ക് അഡ്വൈസബിൾ അല്ല ഒരു കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, അപ്പോൾ ക്ലീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ചില ആൾക്കാർക്ക് ഈ വാക്സ് എന്ന് പറയുന്നത് കൂടുതൽ ഹാർഡ് ആവാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചില ഏജൻസ് ഉണ്ട്, കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. അത് ഉപയോഗിക്കുകയും അതിനെ സോഫ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു ENT വിദഗ്ധൻ്റെ അടുത്ത് ചെല്ലുകയും അതിനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ കരുതലെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പം മൂക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലരും സൈനസൈറ്റിസ് വളരെ കോമൺ ആയിട്ട് വരുന്നു. എന്തൊക്കെയായിരിക്കും സൈനസൈറ്റിസിൻ്റെ കാരണങ്ങൾ? സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള വായു നിറഞ്ഞ അറകൾ, അതിനെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൻ്റെയും മൂക്കിനും ചുറ്റും വായു നിറഞ്ഞ അറകളുണ്ട്. ആ അറകളിൽ വായുവിന് പകരം അതിൽ പഴുപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. സൈനസൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മൂക്കിൽ നിന്ന് മഞ്ഞ നിറത്തിൽ കട്ടിയിൽ കഫം വരിക, അതിനോടൊപ്പം നമുക്ക് തലവേദന ഉണ്ടാവുക, മൂക്കിന് ചുറ്റും ഒരു ചെറിയ തടിപ്പുണ്ടാവുക, പനി ഉണ്ടാവുക എന്നുള്ളതാണ്. സൈനസൈറ്റിസ് രണ്ട് തരമാണ്. ഒന്ന് അക്യൂട്ട് സൈനസൈറ്റിസ്, അതായത് ആർക്ക് വേണമെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു ടോൺസിലൊരു പഴുപ്പ് വരുന്നത് പോലെ തന്നെ സൈനസിലൊരു പഴുപ്പ് വരികയും അത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നതുമായിട്ടുള്ള സൈനസൈറ്റിസ്. പ്രധാനം ക്രോണിക് സൈനസൈറ്റിസ് അല്ലെങ്കിൽ മാറാതെ നിൽക്കുന്ന സൈനസൈറ്റിസ്. 3 ആഴ്ച ചികിത്സ ചെയ്തു എന്നിട്ടും ഇത് തുടർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു,
ഒരു 2 മാസം കൂടുമ്പോൾ പിന്നെയും അതേപോലെ തന്നെ വരുന്നു, ഈ ലക്ഷണങ്ങളോട് കൂടി പിന്നെയും വരുന്നു. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ സർജറിയാണ്. നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് സൈനസുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, എല്ലാ സൈനസുകളും മൂക്കിലേക്ക് ബന്ധിപ്പിക്കുന്ന ദ്വാരങ്ങളുണ്ട്, അത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനെ തുറന്ന് അതിലെ പഴുപ്പ് മുഴുവൻ കളഞ്ഞ് ആ ദ്വാരങ്ങളെ തുറന്നു വെക്കുന്നതാണ് അതിൻ്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം. പലരും പറയാറുണ്ട് മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായും വേദന എടുക്കുന്നെന്ന്. അത് ശരിക്കും സൈനസൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണോ? മുഖത്ത് ഒരു വശത്ത് വേദന സൈനസൈറ്റിസ് കൊണ്ട് ഉണ്ടാവാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവാം. ഒരു വശത്തെ അറകൾ മാത്രമാണ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ കുനിയുമ്പോഴൊരു ഖനം പോലെ തോന്നാം, അവിടെ ഇരുന്ന് വിങ്ങുന്ന വേദനയുണ്ടാവാം. പക്ഷെ പലപ്പോഴും സൈനസൈറ്റിസിന് ഹെഡേക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തലവേദന ഉണ്ടാവുന്നത് ആ അറകളിൽ നിറയെ പഴുപ്പ് നിന്ന് വിങ്ങുമ്പോൾ മാത്രമാണ്. അത് സൈനസൈറ്റിസിൻ്റെ ഒരു പക്ഷേ കുറച്ച് മൂർച്ഛിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് തന്നെ വേറെയും സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളായ ജലദോഷവും ഒക്കെ മാറാൻ നിൽക്കുന്നുണ്ടാവാം. ഞാനിത് പറയാൻ കാരണം മൈഗ്രെയിൻ അല്ലെങ്കിൽ വാസ്കുലർ ഹെഡേക്ക് എന്ന് ഞങ്ങൾ പറയുന്ന ഒരു രോഗമുണ്ട്. അതിനാണ് കൂടുതലും ഒരു വശം അടച്ച് വിങ്ങുന്നത് പോലെ വേദനയും ഒരുപക്ഷെ അതിനോടനുബന്ധിച്ച് ഛർദിയും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഇത് രണ്ടും കോഎക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരുമിച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ നമ്മൾക്ക് തിരിച്ചറിയേണ്ടത് നമ്മുടെ ചികിത്സയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സൈനസൈറ്റിസിന് സർജറി ആവശ്യമായിട്ട് വരുന്ന ഘട്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ. മുഖത്ത് പാട് വരുന്ന രീതിയിലാണോ സർജറി ചെയ്യുന്നത്? അല്ല, സൈനസൈറ്റിസിന്റെ സർജറി ഇന്ന് എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ചെയ്യുക. എൻഡോസ്കോപ്പ് എന്നാൽ ഏകദേശം ഒരു 4 മില്ലിമീറ്റർ വലുപ്പമുള്ള ഒരു ചെറിയ നീണ്ട ലൈറ്റ് വരുന്ന ഒരു ക്യാമറ പിന്നിൽ ഘടിപ്പിച്ച ഒരു ഉപകരണമാണ്. അത് ഉപയോഗിച്ച് ഏതെല്ലാം സൈനസസ് ആണോ ഇൻവോൾവ്, ആ സൈനസസിന് ബ്ലോക്ക്ഡ് ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ ദ്വാരം അടഞ്ഞു കിടക്കാൻ കാരണങ്ങൾ എന്താണാവോ, ചിലപ്പോൾ ദശയായിരിക്കാം, ചിലപ്പോൾ അലർജി കൊണ്ടായിരിക്കാം, എന്താണെങ്കിലും അത് കൃത്യമായി കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണമായി റിമൂവ് ചെയ്ത് ആ സൈനസുകളിലെ രോഗവിമുക്തമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പുറമേ മുറിവിടുന്ന സർജറി ഒരുപക്ഷെ സൈനസൈറ്റിസിന് വേണ്ടി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊരു മുറിവ് ഇട്ടിട്ട് ചെയ്യുന്ന അത് ഇന്ന് പ്രാബല്യത്തിലില്ല. നമ്മളെല്ലാം ഈ എന്ന് പറയുമ്പോൾ 2 വോക്കൽ കോർഡ്സ് വന്ന് കൃത്യമായി ഒരു ഗ്യാപ്പും ഇല്ലാതെ കൂട്ടിമുട്ടും. ശ്വസിക്കുമ്പോൾ അത് തുറക്കും, ഈ എന്ന് പറയുമ്പോൾ കൂട്ടിമുട്ടും. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്നത് കൃത്യമല്ലെങ്കിൽ പതർച്ചയുണ്ടാവും. വനിത പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ചെവിയുടെയും മൂക്കിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ തൊണ്ടയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പലരും പറയാറുണ്ട് വോയിസ് റെസ്റ്റിലാണെന്ന്. ശരിക്കും എന്താണ് ഈ വോയിസ് റെസ്റ്റ്? ശബ്ദമുണ്ടാക്കുന്ന പ്രൊഫഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പാട്ടുകാർ, ടീച്ചേഴ്സ്, ചെറിയ കുട്ടികൾ, ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുന്ന കുട്ടികൾ, തൊണ്ടയ്ക്ക് സ്ട്രെയിൻ വരുന്നത്. അതെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ശബ്ദത്തിനുള്ള വ്യത്യാസം അല്ലെങ്കിൽ പതർച്ചയായിട്ട് വരുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വോയിസ് റെസ്റ്റ് എന്ന്. അത് പക്ഷേ വോയിസ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഇപ്പോഴും പണ്ടത്തെ പോലെയല്ല. വോയിസ് റെസ്റ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ചില ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട്. അതിൽ പ്രധാനം വോക്കൽ നോഡ്യൂൾ, സംസാരിക്കുന്ന വള്ളികളുടെ ഉപയോഗം ശരിക്കുള്ള രീതിയിലല്ല എങ്കിൽ സംസാരിക്കുന്ന വള്ളികളിൽ നമുക്ക് തഴമ്പ് വരുന്ന പോലെ ചെറിയ തടിപ്പുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കണ്ടീഷൻസിനാണ് വോക്കൽ നോഡ്യൂൾ എന്ന് പറയുക. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ പറയുക ആ വശം നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അതിന് വോയിസ് തെറപ്പി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. വോയിസ് തെറപ്പിയിൽ ആ സംസാരിക്കുന്ന വള്ളികൾ സ്ട്രെയിൻ ഇല്ലാണ്ട് വന്ന് തട്ടുന്നത് എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് വോയിസ് തെറപ്പി. അതിൻ്റെ കൂടെ എവിടെ തഴമ്പ് വരുമ്പോഴും അവിടെ കുറച്ച് ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ആ തഴമ്പ് കുറയുന്നത് പോലെ തന്നെ വോക്കൽ കോഡ്സിൻ്റെ അനക്കം കുറയ്ക്കണമെങ്കിൽ സംസാരിക്കുന്നത് കുറയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതൊന്ന് കുറയ്ക്കുക. സ്ട്രെയിൻ എടുത്ത് കരയുന്ന കുട്ടികളെ അത് ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ നോക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രായോഗികമായി പലപ്പോഴും വോയിസ് റെസ്റ്റിന് അത്രയ്ക്കും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ വോയിസ് തെറപ്പിയാണ് കൂടുതലും ഇത്തരം രോഗങ്ങൾക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാറ്. തൊണ്ടയെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരുപക്ഷെ തൊണ്ടയിൽ തടസ്സം തോന്നുക എന്നുള്ള പറഞ്ഞ ഒരു ലക്ഷണമാണ് ഏറ്റവും കൂടുതൽ രോഗികളിൽ കാണുക. അത് പലപ്പോഴും തൊണ്ടയെ സംബന്ധിച്ചിട്ടുള്ള പല പേടിയും ഉണ്ടാവും. കാരണം കാണാൻ പറ്റാത്ത ചില ഭാഗങ്ങളിൽ ഇറക്കുമ്പോൾ തടസ്സം, മറ്റു പ്രധാന രോഗങ്ങൾ എന്തെങ്കിലും ആണോ എന്ന് പേടിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ടാവും. എന്നാൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവിടെ തടസ്സം ഒന്നും കാണാതെ തന്നെ ചില പേഷ്യൻസ് തടസ്സമായിട്ട് വരുന്നത്. അതിന് കാരണം ലറിഞ്ചിയൽ റിഫ്ലക്സ് എന്ന് പറയുന്ന രോഗമുണ്ട്. നമ്മൾക്ക് അതും അത്രയ്ക്കും കോമൺ ആയിട്ട്
ആൾക്കാർക്ക് അറിയുന്ന ഒരു രോഗമല്ല. നമ്മൾ വൈറൽ അസിഡിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിൽ അസിഡിറ്റി വരുന്ന രോഗമാണ് ലരഞ്ചിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ദഹനരസവും ഭക്ഷണപദാർത്ഥങ്ങളും താഴേക്ക് പോകുന്നതിന് പകരം ഈ അപ്പർ നമ്മുടെ അന്നനാളത്തിൻ്റെ മേലത്തെ സ്ഫിങ്ക്ടറിൻ്റെ അവിടെ മേലേക്ക് റീഗർജിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മേലേക്ക് പതുക്കെ തികട്ടി വരികയും രോഗികൾക്ക് അനുഭവപ്പെടുക പലപ്പോഴും ഇതൊരു തടസ്സം പോലെയാണ്. നെഞ്ചത്ത് കെട്ടുക, ചിലർ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഇങ്ങനെ കാറുക, എന്തിലോ തട്ടിയിട്ട് പോകുന്ന മാതിരി തോന്നുക, ഇതെല്ലാം ലരഞ്ചിയൽ റിഫ്ലക്സിൻ്റെ ലക്ഷണങ്ങളാണ്. കൃത്യമായി മനസ്സിലാക്കി മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച 4 ആഴ്ച കൊണ്ട് പലപ്പോഴും അതിന് ഗണ്യമായ കുറവ് കാണാറുണ്ട്. രണ്ടാമത്തെ, ഇന്നത്തെ ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് ഈ ശബ്ദത്തിനുള്ള വൈകല്യങ്ങളാണ് ഒരു വലിയൊരു ഗ്രൂപ്പ്. പ്രത്യേകിച്ചും ഈ ഒരുപാട് പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഇത്രയും കോമൺ ആയിട്ടിരിക്കെ പലപ്പോഴും ഈ ശബ്ദത്തിലുള്ള ചെറിയ ഇടർച്ച പോലും പാട്ടുകാർക്ക് അല്ലെങ്കിൽ ശബ്ദം അവരുടെ ഒരു പ്രൊഫഷനായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഒരുപാട് വിഷമങ്ങൾ വരുത്താറുണ്ട്. അവിടെയും വ്യക്തമായി കണ്ടുപിടിച്ച് അതിന് ഞങ്ങൾ വീഡിയോ ലാറിംഗോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അതായത് വോക്കൽ കോർഡ്സിൻ്റെ അനക്കം, വോക്കൽ കോർഡ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന വള്ളികളാണ്. സംസാരിക്കാൻ സഹായിക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന 2 വള്ളികളെ പറ്റിയാണ് പറയുന്നത്. ആ വള്ളികൾ കൃത്യമായുള്ള ഘടനയാണോ, അത് കൃത്യമായി കൂട്ടിമുട്ടുന്നുണ്ടോ, എന്താണ് ഇവരുടെ സ്ട്രെയിന് കാരണം? കൃത്യമായി കൂട്ടിമുട്ടിയാൽ മാത്രമേ നമ്മുടെ ഒറിജിനൽ വോയിസ് വരൂ. എക്സാക്ട്ലി. നമ്മളെല്ലാം ഈ എന്ന് പറയുമ്പോൾ 2 വോക്കൽ കോർഡ്സ് വന്ന് കൃത്യമായി ഒരു ഗ്യാപ്പും ഇല്ലാതെ കൂട്ടിമുട്ടും. ശ്വസിക്കുമ്പോൾ അത് തുറക്കും. ഈ എന്ന് പറയുമ്പോൾ കൂട്ടിമുട്ടും. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്നത് കൃത്യമല്ലെങ്കിൽ പതർച്ചയുണ്ടാവും. അതിന് കാരണങ്ങൾ അനേകമാണ്. അപ്പോൾ അത് കൃത്യമായി നിർണ്ണയിച്ച് അതെന്താണാവോ അതിനുള്ള വോയിസ് തെറപ്പി അല്ലെങ്കിൽ ചികിത്സ, ചിലപ്പോൾ അത് സർജറി ആവാം. അതിൽ തടിപ്പുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ അത് ട്രിം ചെയ്ത് കൊടുക്കുന്ന സർജറി ഉണ്ട്. അതെന്താണെന്ന് നിശ്ചയിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. പലരും പറയാറുണ്ട് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ അത് ടോൺസിലൈറ്റിസ് ആണെന്ന്. ശരിക്കും എല്ലാ തൊണ്ടവേദനകളും ടോൺസിലൈറ്റിസ് ആണോ? എല്ലാ തൊണ്ടവേദനയും ടോൺസിലൈറ്റിസ് അല്ല. ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടോൺസിൽ വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കഠിനമായ പനി വരിക, ഇറക്കുമ്പോൾ നമുക്ക് കഠിനമായ വേദനയോടെ ഇറക്കുക, അത് ഒരു 5 ദിവസം 6 ദിവസം മരുന്നുകൾ കഴിക്കുമ്പോൾ മാറുക. ഇതാണ് ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണം. എന്നാൽ നേരത്തെ പറഞ്ഞ സൈനസൈറ്റിസ്, അതിന് മൂക്കിൽ നിന്നുള്ള സെക്രീഷൻസ് തൊണ്ടയിലേക്ക് വരുന്നത് നമ്മുടെ ടോൺസിലിൻ്റെ പിറകിലുള്ള ഭാഗത്തും ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാക്കി, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും തൊണ്ടവേദന തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ലരഞ്ചിയൽ റിഫ്ലക്സ് തൊണ്ടവേദനയായിട്ടാണ് പലപ്പോഴും വരിക. അപ്പോൾ എല്ലാ തൊണ്ടവേദനകളും ടോൺസിലൈറ്റിസ് അല്ല. ടോൺസിലൈറ്റിസ് ഏതാണെന്നുള്ളത് കൃത്യമായി നിർണ്ണയിക്കുകയും വേണം. കാരണം അതിൻ്റെ ചികിത്സ എത്ര വട്ടം ഈ ടോൺസിലൈറ്റിസ് ഉണ്ടാകുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ടോൺസിലൈറ്റിസിന് മരുന്നുകൾ മതിയോ അല്ലെങ്കിൽ സർജറി വേണോ എന്നുള്ളത് തീരുമാനിക്കുക പോലും. ടോൺസിലൈറ്റിസിന് ഓപ്പറേഷൻസ് നിർബന്ധമാണോ? ടോൺസിലൈറ്റിസിന് ഓപ്പറേഷൻ വളരെ കൃത്യമായി അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് നിർണ്ണയിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഓരോ പ്രാവശ്യവും വരുന്ന ടോൺസിലൈറ്റിസ് ആണോ എന്നുള്ള നേരത്തെ ലക്ഷണങ്ങളും പരിശോധനയിൽ നമ്മൾ നോക്കുമ്പോൾ ടോൺസിലിൻ്റെ മേലെയുള്ള വളരെ ചുമന്ന് തുടുത്തിട്ടുള്ള ടോൺസിൽ, അതിൻ്റെ മേലെ വെളുത്ത പൊട്ടുകൾ, ഇതെല്ലാമാണ് ടോൺസിലൈറ്റിസ് എന്ന് ഉറപ്പുവരുത്തുന്ന ലക്ഷണങ്ങൾ പരിശോധനയിൽ. അങ്ങനെയാണെങ്കിൽ അത് കൂടെ വരുന്നവർക്കോ അല്ലെങ്കിൽ അത് നിർത്താതെ ഓരോ പ്രാവശ്യവും നമ്മൾക്ക് മരുന്നുകൾ കഴിച്ചത് ഇഞ്ചക്ഷനായിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയും ആശുപത്രിയിൽ അഡ്മിഷൻ വേണ്ടി വരുന്ന ഘട്ടങ്ങളും തുടർച്ചയായിട്ടുണ്ടാവുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഒരുപക്ഷെ സർജറി ആയിരിക്കാം അതിനുള്ള ഒരു പ്രതിവിധി. പലപ്പോഴും കൊല്ലത്തിലൊരു 3 ഒരു 5 മുതൽ ഒരു 7 പ്രാവശ്യം വരെ ടോൺസിലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അതിനുള്ള സൊല്യൂഷൻ ടോൺസിൽ എടുത്ത് കളയുക അല്ലെങ്കിൽ ടോൺസിലെക്ടമി ആയിരിക്കാം. അല്ലെങ്കിൽ 1-2 പ്രാവശ്യമാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് നമ്മൾക്ക് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ENT സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഇനി കാണാം ഡയറ്റ് ടിപ്സ്. ഡയറ്റ് ടിപ്സ് നമുക്കായി പറഞ്ഞു തരുന്നു ന്യൂട്രീഷനിസ്റ്റായ ഗായത്രി അശോകൻ. ആഹാരത്തിന് നമ്മുടെ വിശപ്പ് മാറ്റാൻ മാത്രമല്ല ശരീരത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അത് സഹായിക്കുന്നുണ്ട്. പ്രധാനമായും പ്രതിരോധശേഷി കൂട്ടാൻ ആഹാരം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും ശരീരത്തിന് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പ്രധാനമായും ആഹാരത്തിൽ നമ്മൾ ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നശിപ്പിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളെന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ യെല്ലോ ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നമ്മുടെ പപ്പായ, മാംഗോ, ഇങ്ങനെ ക്യാരറ്റ്, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടീൻ, അതുപോലെ തന്നെ ലൈക്കോപ്പീൻ,
നമ്മുടെ ടൊമാറ്റോയിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീൻ, ഇതൊക്കെ ക്യാൻസർ പ്രിവെൻഷന് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇമ്മ്യൂണൈസേഷൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ വൈറ്റമിൻ എ സിറപ്പായിട്ട് അത് കൂടുതൽ ക്വാണ്ടിറ്റിയിലായിരിക്കും അത് കൊടുക്കുന്നത്. അത് നമ്മുടെ കുട്ടികളുടെ ലിവറിൽ സ്റ്റോർ ചെയ്തിരുന്നിട്ട് അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകാൻ അത് സഹായിക്കുന്നു. അത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ അധികം കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇപ്പോൾ ദിവസവും ഒരു കപ്പോളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക, അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ കഴിക്കുക, മുട്ടയുടെ മഞ്ഞ, ഇറച്ചി, മീൻ, ഇതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ എ ധാരാളം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, അതിനെ പറയുന്നത് തന്നെ ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്നാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് പച്ചക്കറികളിലും പഴങ്ങളിലും, അതിൽ പുളി അധികമുള്ള പഴങ്ങളായിട്ടുള്ള ഓറഞ്ച്, അതുപോലെ പേരയ്ക്ക, നെല്ലിക്ക, നാരങ്ങ, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദിവസവും നമ്മൾ ആവശ്യത്തിനുള്ള വൈറ്റമിൻ സി ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ജലദോഷം, പനി ഇതൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിൻസായ B2, B6, ഫോളിക് ആസിഡൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ WC പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് വൈറ്റമിൻ ഇ. അത് ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ഒരു പരിധിവരെ ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി, ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ബദാം, അതുപോലെ തന്നെ നട്ട്സിലുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസ്, കോക്കനട്ട് ഓയിൽ അല്ലാതെയുള്ള സൺഫ്ലവർ ഓയിൽ അങ്ങനത്തേലൊക്കെ ഉണ്ട്. അതുപോലെ വീറ്റ് ജേം, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത്. അതൊരു വളരെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ക്യാൻസർ പ്രിവെൻഷനും പല അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. മിനറൽസിൽ നമുക്ക് പ്രധാനമായിട്ടും അയണും സിങ്കും ഒക്കെ വളരെ നല്ലതായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അയണിൻ്റെ കുറവ് കൊണ്ട് അറ്റൻഷൻ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള ഒരു കാരണം അയൺ ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ നാട്ടിൽ 50% കുട്ടികൾക്കും ഏകദേശം 50% സ്ത്രീകൾക്കും ഏകദേശം 70% കുട്ടികൾക്കും അയൺ ഡെഫിഷ്യൻസി ഉള്ളതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഇലക്കറികൾ ഉപയോഗിക്കുക, അതുപോലെ മുട്ടയുടെ മഞ്ഞ, മീൻ, ഇറച്ചി, ഇങ്ങനത്തെ സാധനം